നിന്റെ ഓണത്തിന്റെ പരിപാടിയിൽ എന്തായി? ഓ വയസ്സായി അത്തുമുത്തായി. ഇനിയിപ്പോ നിങ്ങൾ ഡാൻസ് കളിച്ചാൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? എടാ ഞാൻ നിന്റെ ഈ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ. സ്റ്റെപ്പ് ചെയ്തേ. മോശമില്ല. അതെ, മാവേലി പാതാളത്ത് ഇങ്ങനെ വരുമ്പം നിങ്ങൾ ഡാൻസ് കുറെ ആൾക്കാർ ഡാൻസ് ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്ന സീനാണ്. ഈ ഡാൻസ് ഇങ്ങനെയൊന്നും പോരാ കേട്ടോ. മതി, അതൊക്കെ ഇങ്ങാടിയിരുന്നോ? മതി ഒച്ചാടിയിരുന്നോ? ഈ വലിവിന്റെ അസുഖമില്ല. നിങ്ങൾ ഡാൻസും കൂടി ചെയ്ത് കോളാക്കുവോ? റിഹേഴ്സൽ ചെയ്യുമ്പോലെ അല്ല സ്റ്റേജിൽ ഇട്ടാ. ശ്രദ്ധിച്ചിട്ടേ പണി പാടും. എനിക്ക് ഒരു വലിവിന്റെ അസുഖമില്ല വിനോദേ. ഒന്നും കൂടെ സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട് ചെയ്. ഇത് നിങ്ങൾ ബീവറേജിന്റെ മുമ്പ് കളിക്കുന്ന ഡാൻസ് അല്ലേ? ഇതും കൊണ്ട് പോയ പണി പാടുമല്ലപ്പാ. എടാ ബീവറേജിന്റെ മുമ്പ് ഈ സൈസല്ല കളിക്കാം. അതിനെ കാണിച്ചു തരാം. നശിപ്പിച്ചതാ. തല വെച്ചടിച്ച് എനിക്ക് കൈ. ഹോസ്പിറ്റലിൽ പോണേ. ഹോസ്പിറ്റലിൽ നീ ആരാണ്? വീട്ടിലാരും ഇല്ലാതെ വിചാരിച്ചിട്ട് കക്കാൻ പറ്റില്ല. എല്ലാ കേശവട്ട നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തല അടിച്ചിട്ടല്ലേ ഇപ്പം ഇവിടെ വീണല്ലേ? ഞാൻ വിനോദ്. എന്താ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? നിങ്ങളെ ഓർമ്മകൾ നഷ്ടപ്പെട്ട. എന്ത് ഡാൻസ്, എന്ത് വിനോദ്? നീ ഒന്ന് പോയാൻ. ഇവിടെ നിന്നെ അനക്ക് പരിചയമില്ല. പോ. എല്ലാ കേശവട്ട നിങ്ങൾക്ക് ഇവിടെ തല വെച്ചടിച്ചിട്ട് ഇപ്പൊ എന്നെ കണ്ട മനസ്സിലാവണ്ടോ? പോയാ തലക്കെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ. എന്നാ ശരി, ഞാൻ പോയിന്ന്. ഓടി രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ആശുപത്രി ചെലവ് ഞാൻ കൊടുക്കേണ്ടി വരും. പിന്നെ അല്ല രക്ഷപ്പെട്ടു. ഡാൻസും ഒരു പണ്ടാരോ